ഗുജറാത്തിലെ കർഷകർ പാൽ വിറ്റു. ഗുജറാത്തിലെ കർഷകർ പാൽ വിറ്റു. ഫാർമേഴ്സ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ കർഷകർ സോൾഡ് ദ മിൽക്ക്. സെൽഡിന്റെ പാസ്റ്റ് സോൾഡ്. പാല് വിറ്റു. അവർ കഠിനാധ്വാനം ചെയ്തു, പക്ഷേ കുറച്ച് പണം മാത്രമേ ലഭിച്ചുള്ളൂ. അവർ കഠിനാധ്വാനം ചെയ്തു, പക്ഷേ കുറച്ച് പണം മാത്രമേ ലഭിച്ചു. ദേ വർക്ക്ഡ് ഹാർഡ്. കഠിനമായി അധ്വാനിച്ചു. ബട്ട് ഓൺലി ഫ്യൂ മണി ഗോട്ട്. കുറച്ച് പൈസ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ദേ വർക്ക്ഡ് ഹാർഡ്. കഠിനമായി അവർ അധ്വാനിച്ചു. ബട്ട് ഗോട്ട് ലെസ് മണി. പക്ഷേ കുറച്ച് പൈസ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇടനിലക്കാർ ലാഭം നേടി. ഇടനിലക്കാർ ലാഭം നേടി. ദ മിഡിൽ മാൻ ടുക്ക് ദ പ്രോഫിറ്റ്. ഇടനിലക്കാരൻ ലാഭം എടുത്തു. യെസ്, മിഡിൽ മാൻ ടുക്ക് ദ പ്രോഫിറ്റ്. സർദാർ പട്ടേൽ സഹായിക്കാൻ ആഗ്രഹിച്ചു. സർദാർ പട്ടേൽ സഹായിക്കാൻ ആഗ്രഹിച്ചു. സർദാർ പട്ടേൽ വാണ്ടഡ് ടു ഹെൽപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ വിഷ്ഡ് ടു ഹെൽപ്പ് എന്ന് പറയാം. നമുക്ക് നോക്കാം. സർദാർ പട്ടേൽ വാണ്ടഡ് ടു ഹെൽപ്പ്. സർദാർ പട്ടേൽ സഹായിക്കാൻ ആഗ്രഹിച്ചു. സഹായിക്കണം എന്നുണ്ടായിരുന്നു. അദ്ദേഹം ത്രിഭുവൻ ദാസിനെ അയച്ചു. ഹീ സെൻഡ് ത്രിഭുവൻ ദാസ്. യെസ്, ഹീ സെൻഡ് ത്രിഭുവൻ ദാസ്. കർഷകരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. കർഷകരെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു. ഹീ ഇൻസ്പയർഡ് ദ ഫാർമേഴ്സ്. അല്ലെ, ഹീ മോട്ടിവേറ്റഡ് ദ ഫാർമേഴ്സ് ടു വർക്ക് ടുഗെദർ. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ടു ഫൈറ്റ് ടുഗെദർ. ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ, പോരാടണം. നമുക്ക് നോക്കാം. ഹി മെയ്ഡ് ദ ഫാർമേഴ്സ് വർക്ക് ടുഗെദർ. അദ്ദേഹം കർഷകരൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നതിൽ വേണ്ടി ശ്രമിച്ചു. അതിന് പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാക്കി. ഹി മെയ്ഡ് ദ ഫാർമേഴ്സ് വർക്ക് ടുഗെദർ. ഇടനിലക്കാരില്ലാതെ അവർ പാൽ വിറ്റു. ഇടനിലക്കാരില്ലാതെ അവർ പാൽ വിറ്റു. ദേ സോൾഡ് ദ മിൽക്ക്. അവർ പാല് വിറ്റു വിത്തൗട്ട് മിഡിൽ മാൻ. ഇടനിലക്കാരനില്ലാതെ. ദേ സോൾഡ് മിൽക്ക് വിത്തൗട്ട് മിഡിൽ മാൻ. ഇടനിലക്കാരില്ലാതെ അവർ പാല് വിറ്റു. അത് സഹായിച്ചു. പക്ഷേ മുംബൈയിൽ ഒരു വലിയ ഡയറി ഒരു പ്രശ്നമായിരുന്നു. ഇറ്റ് ഹെൽപ്ഡ്. അത് സഹായിച്ചു. ബട്ട് എ ബിഗ് ഡയറി ഇൻ മുംബൈ വാസ് എ പ്രോബ്ലം. ഈ ഡയറി എന്ന് ഉദ്ദേശിച്ചത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആട്ടോ. മുംബൈയിൽ ഒരു വലിയ പാൽ ഉൽപാദന ഫാക്ടറി ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നീട് വർഗീസ് കുര്യൻ വന്നു. ലേറ്റർ വർഗീസ് കുര്യൻ കെയിം, അല്ലെങ്കിൽ ദെൻ വർഗീസ് കുര്യൻ കെയിം. അദ്ദേഹം ഒരു പാൽ ഫാക്ടറി നിർമ്മിച്ചു. ഹീ ബിൽറ്റ് എ മിൽക്ക് ഫാക്ടറി. യെസ്, ഹീ ബിൽറ്റ് എ മിൽക്ക് ഫാക്ടറി. അദ്ദേഹം ഒരു പാൽ ഫാക്ടറി നിർമ്മിച്ചു. അമൂൽ വലുതായി. അമൂൽ ബിക്കെയിം ബിഗ്. അമൂൽ വലുതായി. അമൂൽ ബിക്കെയിം ഡെവലപ്ഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഗ്രോൺ. പാലിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി. പാലിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത്. ഇന്ത്യ റീച്ച്ഡ് അറ്റ് ഫസ്റ്റ് പൊസിഷൻ ഇൻ മിൽക്ക്. നമുക്ക് നോക്കാം. ഇന്ത്യ ബിക്കെയിം നമ്പർ 1 ഇൻ മിൽക്ക്. പാലിൻ്റെ വിഷയത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി. ഒരു കാലത്ത് എന്ന കവിത ആളുകൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒരു കാലത്ത് എന്ന പേരുള്ള ആ ഒരു കവിത കൈകാര്യം ചെയ്ത ആളുകൾ എങ്ങനെ മാറിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ദ പോം വൺസ് അപ്പോൺ എ ടൈം ഡീൽസ് വിത്ത് ഹൗ പീപ്പിൾ ചേഞ്ച്ഡ്. നമുക്ക് നോക്കാം. ദ പോം വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ അല്ലെങ്കിൽ ഒരു കാലത്ത് എന്ന കവിത, ഈസ് അബൌട്ട് ഹൗ പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ്. ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് എന്നതാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. വളരെ കാലം മുമ്പ് ആളുകൾ ദയയും സത്യസന്ധതയും നിറഞ്ഞവരായിരുന്നു. വളരെ കാലം മുമ്പ് ആളുകൾ ദയയും സത്യസന്ധതയും നിറഞ്ഞവരായിരുന്നു. ബിഫോർ ഇയേഴ്സ് എഗോ പീപ്പിൾ വേർ കൈൻഡ് ആൻഡ് ഓണസ്റ്റ്. ആളുകൾ വളരെ ദയയും സത്യസന്ധത. നമുക്ക് നോക്കാം. ലോങ് എഗോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, പീപ്പിൾ വേർ കൈൻഡ് ആൻഡ് ഓണസ്റ്റ്. ആൾക്കാരൊക്കെ നല്ല ദയുള്ള ആളുകളും സത്യസന്ധരുമായിരുന്നു. അവർ പറയുന്നത് അർത്ഥവത്തായിരുന്നു.
അവർ പറയുന്നത് അർത്ഥവത്തായിരുന്നു. ദേ മെന്റ് വാട്ട് ദേ സെറ്റ്. എന്താണോ അവർ പറഞ്ഞത് അവർ അതിനോട് നീതി പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ അതിന് അർത്ഥം സ്വാർത്ഥകമാക്കിയിരുന്നു. ദേ മെന്റ് വാട്ട് ദേ സെറ്റ്. എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവർ കള്ളം പറയുകയോ അഭിനയിക്കുകയോ ചെയ്തില്ല. അവർ കള്ളം പറയുകയോ അഭിനയിക്കുകയോ ചെയ്തില്ല. ദേ ഡിഡ്ന്റ് ലൈ ഓർ ആക്ട്. യെസ്, ദേ ഡിഡ് നോട്ട് ലൈ ഓർ പ്രിറ്റൻഡ്. പ്രിറ്റൻഡ് ആണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. കുറച്ചും കൂടി അഭിനയിക്കുന്ന, സാധാ സിനിമയിൽ അഭിനയിക്കല്ല, അല്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന അത്തരത്തിന് പ്രിറ്റൻഡ് എന്നാണ് പറയുക, പ്രിറ്റൻഷൻ. ദേ ഡിഡ് നോട്ട് ലൈ ഓർ പ്രിറ്റൻഡ്. അവർ കളവ് പറയുകയോ അഭിനയിക്കുകയോ ചെയ്തില്ല. ഇന്ന് ആളുകൾ യഥാർത്ഥരല്ല. ഇന്നത്തെ ആളുകളൊന്നും യഥാർത്ഥരല്ല. ടുഡേ പീപ്പിൾ ആർ നോട്ട് റിയൽ. അവർ പുഞ്ചിരികൾ വ്യാജമാക്കുകയും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അവർ പുഞ്ചിരികൾ വ്യാജമാക്കുകയും അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ദേ മേക്ക് സ്മൈൽ ഫേക്ക് ആൻഡ് സേ മീനിങ്ലെസ് തിങ്സ്. നമുക്ക് നോക്കാം. ദേ ഫേക്ക് സ്മൈൽസ്. അവർ പുഞ്ചിരികളൊക്കെ വ്യാജമാക്കുന്നു, വ്യാജ പുഞ്ചിരികൾ നടത്തുന്നു. ആൻഡ് സേ തിങ്സ് ദേ ഡോണ്ട് മീൻ. അവർ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയണത്. വ്യത്യസ്ത ആളുകൾക്കായി അവർ വ്യത്യസ്ത മുഖങ്ങൾ. ദേ വിയർ ഡിഫറെൻറ്റ് ഫേസസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. വ്യത്യസ്ത ആളുകൾക്ക് അവർ വ്യത്യസ്ത മുഖങ്ങൾ ധരിക്കുന്നു. മുൻകാലങ്ങളിൽ അതിഥികളെ കാണുമ്പോൾ ആളുകൾ സന്തോഷിച്ചിരുന്നു. മുൻകാലങ്ങളിൽ അതിഥികളെ കാണുമ്പോൾ ആളുകൾ സന്തോഷിച്ചിരുന്നു. ഇൻ ദ പാസ്റ്റ്, പഴയ കാലങ്ങളിൽ, ഓർ ഇൻ ഓൾഡൻ ടൈംസ്, പീപ്പിൾ വർ ഹാപ്പി ടു സീ ഗെസ്റ്റ്. ആളുകൾക്കൊക്കെ വിരുന്നുകാർ ഒക്കെ കാണൽ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ അതിഥികളെ ഒരു ശല്യമായി കാണുന്നു. നൗ ഗെറ്റ്സ് ആർ സീൻ ആസ് എ ബോദർ. നമുക്കൊരു ഇടങ്ങാറായില്ല, നമുക്കൊരു കൺസേൺ ആണ്. ഇപ്പോൾ വിരുന്നുകാർ വന്നു, അതുകൊണ്ട് തന്നെ അവരെ ഒരു ബാധ്യതയായിട്ട്, ശല്യമായിട്ട് ഇന്ന് ഗസ്റ്റുകളെ അല്ലെങ്കിൽ വിരുന്നുകാരെ കാണുന്നു. കുട്ടികൾ ഇപ്പോഴും സത്യവാനും ലളിതവാനും എന്ന് കവി പറയുന്നു. കുട്ടികൾ ഇപ്പോഴും സത്യവാനും ലളിതവുമാണെന്ന് കവി പറയുന്നു. ദ പോയറ്റ് സേസ് ദാറ്റ് ചിൽഡ്രൻ ഈവൺ നൗ, അല്ലെങ്കിൽ ചിൽഡ്രൻ ആർ സ്റ്റിൽ ട്രൂ ആൻഡ് സിമ്പിൾ. കുട്ടികൾ ഇപ്പോഴും സത്യസന്ധരും സിമ്പിളും ഒക്കെയാണ്. എന്നാൽ മുതിർന്നവർ ബുദ്ധിമാനും വ്യാജനുമാണ്. ബട്ട് ദ അഡൽട്ട് പീപ്പിൾ ആർ വൈസ് ഓർ ക്ലവർ ആൻഡ് ഫേക്ക്. മുതിർന്ന ആളുകൾ എന്താണ്? ബുദ്ധിയുള്ളവരാണ്, പക്ഷെ അവർ വ്യാജന്മാരാണ്. കവിക്ക് സങ്കടം തോന്നുന്നു. ദ പോയറ്റ് ഫീൽസ് സാഡ്. അവൻ വീണ്ടും ഒരു കുട്ടിയെപ്പോലെയാകാൻ ആഗ്രഹിക്കുന്നു, നിഷ്കളങ്കനും സത്യസന്ധനും. അവൻ വീണ്ടും ഒരു കുട്ടിയെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നു, നിഷ്കളങ്കനും സത്യസന്ധനും. ഹി വാണ്ട്സ് ടു ബി ലൈക്ക് എ ചൈൽഡ് അഗെയിൻ, ഇന്നസെൻ്റ് ആൻഡ് ഓണസ്റ്റ്. ഹി വാണ്ട്സ് ടു ബി ലൈക്ക് എ ചൈൽഡ് അഗെയിൻ, ഇന്നസെൻ്റ് ആൻഡ് ഓണസ്റ്റ്. പഴയതും നല്ലതുമായ ദിവസങ്ങൾ തിരികെ വരണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. പഴയതും നല്ലതുമായ ദിവസങ്ങൾ തിരികെ വരണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. ഹി ആൾസോ വിഷസ്, അല്ലെ ഹി ആൾസോ വാണ്ട്സ് ടു കം ബാക്ക് ദ ഓൾഡൻ ഗുഡ് ഡേയ്സ്. നമുക്ക് നോക്കാം. ഹി വാണ്ട്സ് ദ ഓൾഡ് ഗുഡ് ഡേയ്സ് ടു കം ബാക്ക്. അവന് പഴയ ആ നല്ല ദിവസങ്ങളൊക്കെ തിരിച്ചു വരണം. 1916 ഇന്ത്യയിലെ ബീഹാറിൽ ജനിച്ചു. 1916 ഇന്ത്യയിലെ ബീഹാറിൽ ജനിച്ചു. ബോൺ ഇൻ 1916 ഇൻ ബീഹാർ, ഇൻ ഇന്ത്യ. വാരണാസിയിലെ അമ്മാവനിൽ നിന്ന് ഷെഹനായി അഭ്യസിച്ചു. വാരണാസിയിലെ അമ്മാവനിൽ നിന്ന് ഷെഹനായി അഭ്യസിച്ചു. ഹി ലേൺഡ് ഷെഹനായി ഫ്രം ഹിസ് അങ്കിൾ ഫ്രം വാരണാസി. നമുക്ക് നോക്കാം. ലേൺഡ് ഷെഹനായി ഫ്രം ഹിസ് അങ്കിൾ ഇൻ വാരണാസി. വാരണാസിയിലുള്ള ഗംഗാ നദിക്കരയിൽ എല്ലാ ദിവസവും മണിക്കൂറുകളോളം അഭ്യസിച്ചു. ഗംഗാ നദിക്കരയിൽ എല്ലാ ദിവസവും മണിക്കൂറുകളോളം അഭ്യസിച്ചു. ഹി പ്രാക്ടീസ്ഡ് അറ്റ് ദ ബാങ്ക് ഓഫ് റിവർ ഗേഞ്ചസ് ഫോർ അവേഴ്സ്. നമുക്ക് നോക്കാം. പ്രാക്ടീസ് ഫോർ അവേഴ്സ് എവറി ഡേ ബൈ ദ ഗംഗാ റിവർ. ഗംഗാ നദിക്കടുത്ത് ബൈ. ഓക്കെ. ഷഹനായിയെ ലോകപ്രശസ്തനാക്കി. മെയ്ഡ് ദ ഷഹനായി വേൾഡ് ഫേമസ്.
ഭാരതരത്ന ഇന്ത്യയുടെ പരമോന്നത അവാർഡ് നേടി. ഹി അച്ചീവ്ഡ് ദ സുപ്രീം അവാർഡ് ഓഫ് ഇന്ത്യ. നമുക്ക് നോക്കാം. ഹു വോൺ അദ്ദേഹം കരസ്ഥമാക്കി ഭാരത് രത്ന ഇന്ത്യസ് ടോപ്പ് അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അവാർഡ്. സംഗീതം ആളുകളെ ഒന്നിപ്പിക്കുന്നുവെന്ന് വിശ്വസിച്ചു. സംഗീതം ആളുകളെ ഒന്നിപ്പിക്കുന്നുവെന്ന് വിശ്വസിച്ചു. ഹി ബിലീവ്ഡ് ദാറ്റ് മ്യൂസിക് യുണൈറ്റ്സ് പീപ്പിൾ. യെസ്, ബിലീവ്ഡ് മ്യൂസിക് യുണൈറ്റ്സ് പീപ്പിൾ. പണത്തിനു വേണ്ടി പോലും ഇന്ത്യ വിട്ടുപോകാൻ വിസമ്മതിച്ചു. പണത്തിനു വേണ്ടി പോലും അദ്ദേഹം ഇന്ത്യ വിട്ടുപോയില്ല. റെഫ്യൂസ്ഡ് ടു ലീവ് ഇന്ത്യ ഈവൻ ഫോർ മണി. ക്യാഷൊക്കെ ഓഫർ വന്നിട്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനെ നിരസിച്ചു. 2006 മരിച്ചു. ഹി പാസ്ഡ് അവേ ഓൺ 2006. തൻ്റെ ഷഹനായിയോടൊപ്പം അടക്കം ചെയ്തു. ആൻഡ് ബറീഡ് വിത്ത് ഹിസ് ഷഹനായി. ഓക്കെ, ഡൈഡ് എന്നാണ് ഇവിടെ എടുത്തത്. മഹാന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് പാസ്ഡ് അവേ ഒക്കെയാണ് ഉപയോഗിക്കൽ. ഓക്കെ.